പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം ചോദിക്കുകയാണ്: സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? കർത്താവായ ദൈവം എപ്പോഴും നമ്മളോടുകൂടെ സമീപസ്ഥനായിരിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ കൂടെ ആയിരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ പലപ്പോഴും നമ്മൾ തന്നെ വിദൂരത്തേക്ക് അകറ്റിക്കളയുന്നു എന്നതാണ് സത്യം. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ 15-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ അസറിയ ബെഞ്ചമിൻ നിവാസികളോട് ഇങ്ങനെയാണ് പറയുക: നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കൂടെ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മിലെ സ്വാർത്ഥത ദൈവത്തെ വിദൂരത്തിലേക്ക് അകറ്റിക്കളയുന്നു. എന്നാൽ കർത്താവ് തരുന്ന ഉറപ്പ് ഇതാണ്: അടുത്തിരുന്നാലും അകലെ ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ദൈവമാണ്. ഇന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലെയാണെന്ന് തോന്നിയാലും അവിടുന്ന് അപ്പോഴും നമ്മുടെ ദൈവം തന്നെയാണ്. ജീവിതത്തിൽ സാത്താൻ നിക്ഷേപിക്കുന്ന ഒരു വിഷവിത്താണ് നിരാശ എന്നത്. ഞാൻ ദൈവത്തിൽ നിന്ന് അകലെയാണ്, ഞാൻ സ്വീകാര്യനല്ല എന്ന് നമ്മളെക്കൊണ്ട് സാത്താൻ ചിന്തിപ്പിക്കും. എന്നാൽ കർത്താവ് അപ്പോഴും പറയും: നീ അകലെയാണെങ്കിലും ഞാൻ നിന്റെ ദൈവമല്ലേ? എവറി ഡിസപ്പോയിൻമെൻറ്റ് ഈസ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഗോഡ്. നിരാശയിലും ഏകാന്തതയിലും കർത്താവ് നമ്മളോടൊപ്പം നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, വഴി നടത്തുവാൻ കൂടെയുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഈശോയുടെ പ്രത്യാശ നിറയപ്പെടട്ടെ. ഏതവസ്ഥയിലും ഈശോ നമ്മളോടൊപ്പമുണ്ട് എന്നുള്ള ആ വലിയ ഉറപ്പ് ദിവ്യകാരുണ്യ ഈശോ ഇന്ന് നമുക്ക് തരുന്നു. ഈശോയുടെ അനുഗ്രഹം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ നിറയപ്പെടട്ടെ. കർത്താവ് തരുന്ന പ്രത്യാശയിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിൽ നിറയപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.